ഞാൻ ഒരു 3-4 മാസമായിട്ട് പല ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. അന്ന് മുതൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇത് 2019 തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്യത്തില്ല. ഇത് വിജയമല്യയുടെ കാലത്ത് സ്വർണം പൂശിയത് മുതൽ അങ്ങ് പഴയ ക്ലിപ്പിംഗ്സ് മീഡിയ വൺ തന്നെ പരിശോധിച്ചു. അന്ന് മുതൽ പറയുന്ന കാര്യമാണ്, ഇത് പിറകോട്ട് പോകും, അല്ലാതെ 2019 നിൽക്കില്ല. കാരണം ഇതൊരു തുടർച്ചയായ കൊള്ളയാണ്. ഇപ്പൊ അന്താരാഷ്ട്ര ബന്ധത്തോടെ വന്നപ്പോഴോ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്യമിടുന്നു, മറ്റു പല ക്ഷേത്രങ്ങളിൽ ലക്ഷ്യമിടുന്നു. ഇത് ചെറിയൊരു മീനല്ല, വലിയ മീനുകളാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളുകളുടെ ഒരു ശൃംഖലയാണ്. അത് 2019 അയാൾ അവിടെ തുടർന്നു വന്നൊരു ശീലത്തിന്റെ ഭാഗമായി 2019 അത് നടന്നു. അതിൽ അങ്ങ് ചോദിച്ചൊരു ചോദ്യം കൂടിയുണ്ട്. ഈ പത്മകുമാറും വാസു സാറും ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അവരുടെ പേരിൽ നടപടിയെടുത്തിട്ട് പേരെ മുഖ്യമന്ത്രി ഇങ്ങനൊരു കാര്യം പറയുന്നത്. അവരുടെ പേരിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? അവരുടെ പേരിലുള്ളത് FIR ആണ്, SIT കൊടുത്തിട്ടുള്ള FIR ആണ്. അതിന്റെ പേരിൽ അവര് ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവരുടെ കുറ്റപത്രം, ചാർജ് ഷീറ്റ് അല്ല കൊടുത്തേക്കുന്നത്, അവരുടെ കുറ്റപത്രമല്ല കൊടുത്തിരിക്കുന്നത്. അവർ കുറ്റാരോപിതരാണ്. അവര് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്ന് തെളിഞ്ഞാൽ അക്കാര്യത്തിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടില്ല. അങ്ങനെയല്ല, ഇന്ന് അവരെ പുറത്താക്കിയാൽ നിങ്ങൾ നാളെ എടുക്കാൻ പോകുന്ന നിലപാടെന്നറിയോ? ഞാൻ കൺക്ലൂഡിയട്ടെ. ഈ വാചകം കൺക്ലൂഡിയട്ടെ, ശരിയാവും. പാർട്ടിക്കകത്ത് ഒരാൾ ഒരു തെറ്റ് ചെയ്തു, പാർട്ടിക്കകത്തുള്ള ഒരാൾ, പാർട്ടിയുടെ ഏതെങ്കിലും റാങ്ക് ആൻഡ് ഫയലുള്ള ഒരാൾ തെറ്റ് ചെയ്തു, അയാൾക്കെതിരെ ഒരു FIR ഇട്ടു. അപ്പോൾ പാർട്ടി അയാൾക്കെതിരെ എപ്പോഴാണ് നടപടി സ്വീകരിക്കുക? അയാൾ കുറ്റപത്രം കൊടുത്ത് അയാളെ കോടതി ശിക്ഷിച്ച് ജയിലിൽ പോയതിനു ശേഷമാണോ? അല്ലല്ലോ. അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് പാർട്ടിക്ക് ബോധ്യപ്പെടണം അയാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ പോലീസ് അന്യായമായി അയാളെ അതിൽ പെടുത്തിയിരിക്കുകയാണോ? പാർട്ടിക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ പാർട്ടിയുടെ ബോധ്യം എന്താണ്? പത്മകുമാറോ വാസുവോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നല്ലേ സാധാരണക്കാർ മനസ്സിലാക്കുക. അല്ല സാർ, അങ്ങനല്ല. അതിനെ ഈ മാധ്യമങ്ങളുടെ ഒരു ദുർവ്യാഖ്യാനവും പ്രതിപക്ഷത്തിന്റെ ദുർവ്യാഖ്യാനം അതിനകത്തുണ്ട്. ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ശ്രീ പത്മകുമാറിനെ പുറത്താക്കിയെന്നിരിക്കട്ടെ, എന്താ നടക്കാൻ പോകുന്ന ചർച്ച? ഇത് പത്മകുമാർ തന്നെ പറഞ്ഞു, ദൈവതുല്യരായിട്ടുള്ള സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? സസ്പെൻഡ് ചെയ്യുക, മാറ്റി നിർത്തുക. അതിപ്പോൾ പോലീസിലാണെങ്കിലും സർക്കാർ സർവീസിലാണെങ്കിലും അങ്ങനെ വരുമ്പോൾ മാറ്റി നിർത്തുക. ആ മാറ്റി നിർത്തുന്നതിനാണ് അന്വേഷണം സുതാര്യമായാണ് നടക്കുന്നത്. ഈ പ്രതികൾ അല്ലെങ്കിൽ ആരോപണ വിധേയരായ ആളുകളെ ഈ സർക്കാരോ പാർട്ടിയോ സംരക്ഷിക്കുന്നില്ല. അവരെ മാറ്റി നിർത്തിയിട്ടാണ് അന്വേഷണം. മാറ്റി നിർത്തി അന്വേഷിക്കുന്നതിലൂടെ ജനങ്ങൾക്കൊരു പ്രതീതി ഉണ്ടാവും, ഈ അന്വേഷണം സത്യസന്ധമായി നടക്കുന്നു, അതിൽ പാർട്ടിയോ സർക്കാരോ ഇടപെടുന്നില്ല എന്ന്. അത് ചെയ്യുമോ എന്നാണ് ചോദിച്ചാൽ, അവരെ ഡിസ്മിസ് ചെയ്യണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? നിങ്ങൾ എന്തായി പറയുന്നത്? പത്മകുമാർ നിലവിൽ MLA അല്ല, MP അല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുന്ന ആളെ എങ്ങനെയാ സാർ മാറ്റി നിർത്തുക? ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ജയിലിൽ കിടക്കുന്ന അത് പല വ്യാഖ്യാനങ്ങളെ ജയിലിൽ. ഞാനൊന്ന് പറയട്ടെ സാർ, എന്റെ ഒരു പോയിന്റ് ഒന്ന് സമർത്ഥിക്കാൻ സമയം എന്താ? നിങ്ങൾ ദാമോദർ പ്രസാദ് സാർ സംസാരിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ലല്ലോ. അതായത് പത്മകുമാർ ജയിലിൽ കിടക്കുക, എവിടുന്ന് മാറ്റി നിർത്താനാ? പത്മകുമാറിനെ പുറത്താക്കിയാൽ നിങ്ങൾ പറയാൻ പോകുന്ന വ്യാഖ്യാനോടെ ഞാനങ്ങ് പറയാം. ഞങ്ങൾ ഈ പാർട്ടി അല്ല, മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ പത്മകുമാർ നിലവിൽ ജയിലില്ല, നിലവിൽ പാർട്ടി പ്രവർത്തനത്തിലില്ല. അയാള് അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തെ ഇതിനേക്കാൾ വലിയ നടപടി എടുക്കാം സാർ. അല്ല, തർക്കമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഒരു പോയിന്റ് പറഞ്ഞു തീർക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. പിന്നെ അങ്ങനെ ഒരാൾ വർത്താനം പറയും. ഞങ്ങൾ പുറത്താക്കിയാൽ നിങ്ങൾ അപ്പൊ എന്നാ ഇനി അങ്ങ് സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ തൽക്കാലം നിർത്തുന്നു. അതല്ല, നിങ്ങൾ പറയുന്നത് മാറ്റി നിർത്തേണ്ട കാര്യമില്ല, ജയിലിലാണ്, പാർട്ടി പ്രവർത്തനത്തില്ല, അതുകൊണ്ട് മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് അങ്ങ് പറയുന്നത്. സാർ, നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ നിങ്ങൾ അങ്ങ് പറഞ്ഞോണ്ടാ മതി, ഞങ്ങൾ അങ്ങ് നിർത്തി. അല്ല, അങ്ങനെ മുഷിയല്ല, അങ്ങനെയല്ല. ഞാൻ ചോദിച്ചാൽ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അത് വേണ്ട, ആ ഏർപ്പാട് വേണ്ട. അല്ല, ആ ഏർപ്പാട് വേണ്ട സാർ, ആ ഏർപ്പാട് വേണ്ട. വർത്തമാനം പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും ചർച്ചയിൽ ഞങ്ങൾ ആരും പങ്കെടുക്കുന്നില്ല. ശരി, യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഒരു MLAയുടെ ഓഫീസിൽ നിന്ന് അല്ല, ആ പോയിന്റ് പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ ആ പോയിന്റ് പൂർത്തിയാക്കണം. ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റിനകത്ത് നിങ്ങൾ കഴുത്തെ കയറി പിടിക്കുന്നതിനാ. ഒരു പോയിന്റ് അവസാനിപ്പിക്കാൻ നിങ്ങൾ സമയം തരണ്ടേ? ഞാൻ പറഞ്ഞത് പത്മകുമാറിനെ പുറത്താക്കിയാൽ നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം പത്മകുമാറിനെ പുറത്താക്കി CPM മുഖം രക്ഷിക്കാൻ പരിശ്രമിക്കുകയാണ്. ഇത് ഉന്നതങ്ങളിലിരിക്കുകയാണ് കാര്യങ്ങൾ. അത് വേണ്ട. പത്മകുമാർ തെറ്റുകാരനാണെങ്കിൽ പത്മകുമാറിനെ പുറത്താക്കുകയല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ ആർക്കാ തർക്കം? കാരണം CPMന്റെയും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാടെന്താ? ശബരിമലയിൽ ഞങ്ങൾ ഒരു കാര്യം വാശിയോടുകൂടി പറയാം സാർ, അത് അങ്ങ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും
ഈ ഗവൺമെന്റിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയിലെ സ്വർണം ലോകത്തിന്റെ ഏത് മൂലയിൽ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചെത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വാശിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും അതിൽ കക്ഷിയാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നുള്ള ഞങ്ങളുടെ വാശിയാണ്. ഇത് വേറെ ആർക്കും വേണ്ടി പറയുന്ന കാര്യമല്ല. കേരളീയ സമൂഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്യാരണ്ടിയാണത്, ഉറപ്പാണത്. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിനകത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയില്ലാത്തത്. ഒറ്റ കാര്യം, UDF കാലത്തും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അത് കണ്ടുപിടിക്കേണ്ടത്, അത് അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും ആ അന്വേഷണം, ഞാനത് പറഞ്ഞു, 2019 അന്വേഷണം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ. അന്വേഷണം ഇനി പുറകോട്ട് പോകും. കാരണം ബെല്ലാരിയിലെ അന്വേഷണവും അതുപോലെ ഗോവർദ്ധന്റെ കണ്ടുപിടുത്തവും ഈ സ്വർണത്തിലേക്കുള്ള കാര്യങ്ങൾ പുറകോട്ട് പോകുന്നതോറും ഇത് അവിടെ കൊണ്ട് അവസാനിക്കില്ല. 2019 സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് എല്ലാവരും പരിശ്രമിച്ചത്. അവിടെ നിൽക്കില്ല. ഇത് ബാക്കിലോട്ട് തന്നെ പോകും. പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അനധികൃതമായിട്ട് ശബരിമല പ്രവർത്തിച്ചു, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസേഴ്സ്? അത് സോണിയാഗാന്ധിയാണോ, പ്രയാർ ഗോപാലകൃഷ്ണനാണോ, അടൂർ പ്രകാശാണോ, ആന്റോ ആന്റണി ആണോ, വേറെ ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ BJPയുടെ ഒരു MLA കുറിച്ച് പറയുന്നു കർണാടകത്തിൽ, അതാണോ? വരട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ പതുക്കെ തിന്നാൽ പനയും തിന്നാന്ന നിലപാടാണ് ഞങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്.